ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ്. മുരിങ്ങയില മുട്ടത്തോരൻ. നമ്മൾ യൂഷ്വലി നമ്മൾ ഫ്രൈങ് പാനിലായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ബട്ട് നമ്മൾ കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ കൂടാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ചട്ടിയിലാണ് ഇത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു ചട്ടി വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് കടുകിട്ടു. ഇനി കടുകൊന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു 5-6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആവശ്യത്തിന് കറിവേപ്പില ഇടുക. ഇനി ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒന്ന് അത്യാവശ്യം ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതിനൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ചേർക്കണം. നമ്മൾ ഫസ്റ്റ് അരപ്പാണ് ചേർക്കുന്നത്. ഈ അരപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങ, ഒരു 2 ചുവന്നുള്ളി, ഒരു 2 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ മിക്സിയിൽ അല്ലെങ്കിൽ കല്ലിലോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. അത് നന്നായിട്ട് തേങ്ങ അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയാൽ മതി. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ അരപ്പ് നമ്മൾ ഫസ്റ്റ് ഈ എണ്ണയ്ക്കകത്തോട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില അതും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് മൂടി തട്ടിപ്പൊത്തി വെച്ച് നമ്മളിത് വേവിച്ചെടുക്കുകയാണ്. കാരണം ഓൾറെഡി ഇത് അങ്ങനെ വെച്ച് മുരിങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. സോ ജസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ നമ്മൾ തട്ടിപ്പൊത്തി വെച്ച് ഇത് വേവിച്ചെടുത്താൽ മതി. ഇത് വെന്ത് വന്നു കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഒരു മുട്ട, ഈ മുരിങ്ങയില ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ആവശ്യത്തിന്, അത് നിങ്ങളുടെ ആവശ്യത്തിന് എത്ര മുട്ടയാണെന്ന് വെച്ചാൽ നമുക്ക് ഒഴിക്കാം. മുട്ടയുടെ ടേസ്റ്റ് നല്ലതായിട്ട് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് 2-3 മുട്ട ഒഴിക്കാം. ഇപ്പം ഞാനിവിടെ ഇടുന്നത് ഒരു മുട്ടയാണ്. നമ്മൾ ഒത്തിരി മുട്ടയുടെ ടേസ്റ്റ് വരേണ്ട ആ ഒരു ടേസ്റ്റ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഒരു മുട്ട എടുക്കുന്നത്. അതും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആ മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് ഇതുമായിട്ട് ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി മുരിങ്ങയില മുട്ടത്തോരൻ റെഡിയായി.